വെൽക്കം ടു ഇമ്പിൾ. സോ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്, ക്രൂഡ് ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. സോ അതിന്റെ ബാക്കി പാർട്ടായിട്ട് ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിക്കുവാണ്. സോ ബേസിക്കലി ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് യൂസോ അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഡ്രഗ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പാരസെറ്റമോൾ എന്ന് പറയുന്ന ഗുളിക നിങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ പനി കുറയുന്നു. അതേപോലെ തന്നെ അസക്ലോഫെനാക്ക് കൊടുത്താൽ പനി കുറയ്ക്കത്തില്ല, എന്നാലും ഞാൻ പറയുക പനി ഒരു പരിധിവരെ കുറക്കുന്നു. പിന്നെ ഡൈക്ലോഫിനാക്ക് വേദനയ്ക്കും പനിക്കും കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ചില ഡ്രഗുകൾ ഇപ്പം നിങ്ങൾ ഫാർമക്കോളജി പ്യൂർലി പഠിച്ച് തുടങ്ങാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2-3 ഒരു ഞൊട്ടപ്പൊട്ട എക്സാമ്പിൾസ് പറഞ്ഞത്. സോ അതുപോലെ ഇപ്പോൾ വേദനയും പനിയും കുറയ്ക്കുന്ന മരുന്നുകൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡ്രഗ്സുകൾ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുക, ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുക. സോ ഇത് നമ്മൾ കൂടുതലായിട്ട് വൈഡ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം എന്തുകൊണ്ടാണ് നമുക്ക് ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വൈഡ്ലി അക്സെപ്റ്റഡ് ആണ് ബേസിക് ഇൻ ദ ഫാർമസിയിൽ കേട്ടോ. സോ ഇപ്പോൾ എക്സാമ്പിൾ ഡിജിറ്റാലിസ് ലൈക്ക് സ്ക്വിൽസ് പിന്നെ സ്ട്രോവാനിയം ഒക്കെ നമ്മൾ കാർഡിയോട്ടോണിക് ഡ്രഗ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പോലെ. സോ സിമ്പിൾ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ബൈ സിസ്റ്റം ആണ്. ഇപ്പോൾ സിസ്റ്റം അനുസരിച്ച് ഇപ്പോൾ GI ട്രാക്കിൽ വർക്ക് ചെയ്യുന്ന ഡ്രഗ് ഏത്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്കിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഡ്രഗ് ഏത് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ തന്നെ ബിറ്റ്, കാമിനേറ്റീവ്, എമറ്റിക്, ലക്സേറ്റീവ്, പെർഗേറ്റീവ് എന്ന് പറയുന്നത് പോലെ ക്ലാസിഫൈഡ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക, സിസ്റ്റം എന്ന് പറയുന്നത്. സോ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, എക്സ്പെക്ടോറൻ, ആൻറ്റി ടസീവ് ലൈക്ക് അതുപോലെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. സോ മെറിറ്റും ഡീമെറിറ്റും ഉണ്ട് കേട്ടോ. സോ മെറിറ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ബേസിക്കലി ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നതും ഈ ഒരു ഫാർമക്കോളജിക്കലിന്റെ ഒരു ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ എന്ത് പറയുന്നുണ്ട്, GI മാത്രം വരുന്ന ഡ്രഗ് ഏതാ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്കിൽ മാത്രം വരുന്ന ഡ്രഗ് ഏതാ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇതും ലൈക്ക് കൈൻഡ് ഓഫ് ഒരു ഫാർമക്കോളജിയും ഇൻകോപ്പറേറ്റ് ചെയ്ത് പറയുന്നത് തന്നെയാണ്. സോ മെറിറ്റ് വെച്ച് എന്താണ്, നമുക്ക് ഏത് സിസ്റ്റത്തിലാണ് ഏത് ഡ്രഗ് അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഡ്രഗ് അവൈലബിൾ അല്ല എങ്കിൽ പകരം ഡ്രഗ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് മെറിറ്റ് ആണ്. ഡീമെറിറ്റ് അങ്ങനെയല്ല, ഒരു മരുന്നിന് പല ആക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ പാരസെറ്റമോൾ എടുത്താൽ വേദന കുറയ്ക്കും, പനി കുറയ്ക്കും എന്ന് പറയുന്നത് പോലെ ഡിഫറെൻറ്റ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ വരും. സോ എക്സാമ്പിൾ സിങ്കോണ ഇൻ ആൻറ്റിമലർ ഡ്രഗ് ഡ്യൂ ടു ക്യുനൈൻ. സോ സിങ്കോണയിൽ എന്തുണ്ട്, ക്യുനൈൻ ഉണ്ട്. ക്യുനൈൻ ആണ് ആൻറ്റി മലേറിയൽ ആക്ഷൻ കൊടുക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഹാർട്ടിനെയും ബാധിക്കാം. ആൻറ്റി അരിത്തമിക് ആക്ഷൻ കൂടെ എന്തിനുണ്ട്, ക്യുനോഡിൻസിനുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഡ്രഗിന് തന്നെ 2-3 ആക്ഷൻസും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് കൂടുതൽ നമ്മുടെ മെഡിസിൻ കെമിസ്ട്രിയിലെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഡ്രഗ് നമ്മൾ അവരുടെ ആക്റ്റീവ് കോൺസ്റ്റുവൻറ്റുമായിട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പാരസ്റ്റമോൾ അതിലൊരു അമിനോ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പം വേറെ എന്തെങ്കിലും ഡ്രഗ് പറയുവാണെങ്കിൽ അതിൽ ഹൈഡ്രജൻ ഉണ്ട് അല്ലെങ്കിൽ കാർബൺ ഉണ്ട് എന്ന് പറയുന്നത് പോലെ കെമിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. സോ ഇത് നമ്മൾ ഒരുപാട് തരത്തിൽ നമ്മളിപ്പോഴും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പക്ഷേ ഇറ്റ് ബി ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഫാർമക്കോളജി പോലെ നമുക്ക് എല്ലാ പേർക്കും ഒരു കെമിക്കൽ ക്ലാസിഫിക്കേഷൻ അത്ര വലിയ എളുപ്പമാകണം എന്നില്ല. എന്നാലും ഇപ്പോൾ ഗ്ലൈക്കോസൈഡ്, ഡീറ്റൽ സെന്ന എന്ന് പറയുന്ന പോലെ, ആൽക്കലോയിഡ്സ്, സിങ്കോണ, അങ്ങനെയൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയുന്ന പോലെ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ മെറിറ്റ് ഉണ്ട്, ഒരു പോപ്പുലർ അപ്രോച്ചാണ്. സോ ഫൈറ്റോ കെമിക്കൽ സ്റ്റഡീസിനൊക്കെ നമ്മൾ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്ലാന്റ് കോൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഡീമെറിറ്റ് ഉണ്ട്, ഇവിടെ മൾട്ടിപ്പിൾ കോമ്പൗണ്ട്സിന് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വരുമ്പോൾ വേണമെങ്കിൽ ഒരു ആംബിഗ്യൂറ്റി വന്നേക്കാം, അതായത് കൺഫ്യൂഷൻ വന്നേക്കാം, അല്ലെങ്കിൽ ചെറിയ എറേഴ്സ് ഒക്കെ വേണമെങ്കിൽ വന്നേക്കാം എന്നുള്ളത് ഡീമെറിറ്റ് ആണ് കേട്ടോ. പറയാൻ പോകുന്ന കീമോ ടാക്സോണമികൽ ക്ലാസിഫിക്കേഷൻ. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കീമോ ഉണ്ട്, ടാക്സോ ഉണ്ട്, 2 എണ്ണം ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ കെമിക്കലി സിമിലർ ആയിട്ടുള്ള ടാക്സോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നും കൂടെ പറയാം, കെമിക്കലി സിമിലർ ആയിട്ടുള്ള ടാക്സോൺസിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസ് ഇപ്പോൾ ഒരേ 2-3 പ്ലാൻ എടുത്താൽ ഒരേ കോൺസ്റ്റിറ്റ്യുവൻസ് വരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരുമിച്ച് ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ്. സോ എല്ലാ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസും വേണം എന്നില്ല. ഒരു സ്പെസിഫിക് ക്ലാസ് ഓഫ് പ്ലാന്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വള്ളിച്ചെടികളിൽ ഇന്ന മാത്രം ഒരു കോൺസ്റ്റിറ്റ്യുവൻറ്റ് കാണുന്നുണ്ട്, അത് നമ്മൾ ഒരുമിച്ച് ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് കീമോ ടാക്സോണമിക്കൽ. സോ ഇത് നമുക്ക് എങ്ങനെയാണ് പ്ലാന്റ് ഇവോൾവ് ആയത്, പ്ലാന്റുകൾ തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഉള്ളത്, അങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് കീമോ ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ. സോ എക്സാമ്പിൾ സൊളനേസി. ഇപ്പൊ എക്സാമ്പിൾ സൊളനേസി പോലുള്ള ഒരു ഫാമിലി, ഇപ്പൊ നിങ്ങൾ ഫാമിലി പഠിച്ചിട്ടുണ്ടാവില്ല, പ്ലാന്റിന്റെ ഫാമിലി. അപ്പൊ സൊളനേസി പോലുള്ള ഫാമിലി എല്ലാത്തിലും എന്ത് കാണും? ട്രൊപ്പൈൻ ആൽക്കലോയിഡ് കാണും എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബെർബെറിസ് ആൻഡ് അഗ്മോൺ ആണ്. ഈ ബെർബൻ ആൽക്കലോയിഡ് പ്ലാന്റ് ജനറയിൽ നോർമലി കാണാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് റുട്ടീസി ആണ്. റുട്ടിൻ എന്ന് പറയുന്ന കോമൺലി കാണുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസ് റുട്ടീസി ഫാമിലി വരുന്ന എല്ലാ പ്ലാന്റിലും കാണാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് റെൻകുലേസിസി ആണ്. സോ സ്പെസിഫിക് ആൽക്കലോയിഡും എന്ത് ചെയ്യാറുണ്ട്? റെൻകുലേസിസ് ഫാമിലിയിലും കാണാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എന്ത് മനസ്സിലായി? ഒരു സെർട്ടൈൻ സ്പീഷീസ് ഓഫ് പ്ലാന്റിൽ ചില കെമിക്കൽ കോൺസ്റ്റന്റ് സെയിം ആയിട്ട് വരുന്നു. ദാറ്റ് മീൻസ് അവിടെ കെമിക്കലും ഉണ്ട്, ടാക്സോണമിക്കലും ഉണ്ട്, കോമ്പിനേഷൻ ഓഫ് കീമോ ടാക്സോണമിക്കൽ. സോ നെക്സ്റ്റ് വൺ ഈസ് സെറോ ടാക്സോണമിക്കലാണ്. സോ ഇത് ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് കേട്ടോ, ലേറ്റസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. സോ ബേസിക്കലി ഇവിടെ പ്ലാന്റിന്റെ ആന്റിസെറം പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോമോജനസിറ്റി വെച്ചിട്ടാണ് പറയാം. ഒരു എല്ലാ പ്ലാന്റിലും ഒരു പ്രോട്ടീൻ ഉണ്ടായിരിക്കും. സോ ബേസിക്കലി ഇവിടെ നമ്മൾ സീഡ്സിലുള്ള ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ പ്ലാന്റിലുള്ള പ്രോട്ടീനെ വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുക. പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒരു ടാക്സോണമിക് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് ഈസി ഹാൻഡ്ലിംഗ് വേണ്ടി ഉപയോഗിക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചില പ്ലാൻ ഗ്രൂപ്പുകളുടെ എവല്യൂഷണറി തിയറീസ് ഒക്കെ ഇല്ലേ, അതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു കീമോ ടാക്സോണമിക്കിൽ പറഞ്ഞതുപോലെ ഇവിടെ സെറം, അതായത് പ്രോട്ടീൻ ബേസ് ചെയ്ത് നമ്മൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു സ്പെസിഫിക് ജീൻസിൽ. സോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആൻജിയോസ്പെർം റിലേഷൻഷിപ്പ് ഉണ്ട്, അതായത് ഈ മെങ്കിനോളിഡിയെ, പിന്നെ ഹെമിലിഡിയെ, കൊമ്മിഫൊറ പോലുള്ള സെയിം വരുന്ന ഒരു സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിന് എടുത്തിട്ട് എൻ്റെ സീഡിന്റെ പ്രോട്ടീൻ പഠിക്കുന്ന ഒരു സെറോളജിക്കൽ സ്റ്റഡീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ആൻഡ് ജെന്റിനേസി ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇവിടെയും സെറോളജിക്കൽ കൺഫർമേഷൻ ഇൻ കൊംബ്ലിഫൊറ അങ്ങനെയുള്ള ചില എന്താണ് ജെന്റിയേസി ഗ്രൂപ്പിലുള്ള പ്ലാന്റ്സ് നമ്മൾ പഠിക്കുന്നു. പിന്നെ അംബ്ലിഫറെ ക്ലാസിഫിക്കേഷൻ, അംബ്ലിഫറ പോലുള്ള ഗ്രൂപ്പുകളുടെ കോമൺലി വരുന്ന ഒരു എന്താണ് ഫൈറ്റോ സെറോളജിക്കൽ സ്റ്റഡീസ് നമ്മൾ പഠിക്കുന്നു. സോ എക്സാമ്പിൾസ് 2-3 നോക്കി വെച്ചാൽ മതി. ഇതുപോലെ തന്നെ എഴുതണം എന്നൊരു നിർബന്ധവും ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെച്ച് പോയാൽ മതിയാകും. പറയാൻ പോകുന്ന അഡൾട്രേഷൻ ക്രൂഡ് ഡ്രഗ്സ് ആണ്. സോ ചില സമയങ്ങളിൽ നമ്മൾ ഈ മുളക് പൊടി, ഇഷ്ടിക പൊടി കണ്ടു എന്ന് പറയില്ലേ, അല്ലെങ്കിൽ കളർ ചേർത്തു, മായം ചേർത്തുന്നില്ലേ, മായം തന്നെ പക്ക മായം. അതായത് നമ്മൾ അഡൾട്രേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് അഡ്മിക്സ്ചർ ഓഫ് ജെന്യൂൻ ആർട്ടിക്കിൾ വിത്ത് സ്പ്യൂരിയസ്, ഇൻഫീരിയർ, ഡിഫക്റ്റീവ് ഓർ ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസ്. കണ്ടോ, നമ്മൾ വിചാരിക്കാത്ത ചിന്തിക്കാത്ത പല കാര്യങ്ങൾ അവർ ചേർത്തിങ്ങ് തരും. ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അഡൾട്രേഷൻ എങ്ങനെ നടത്താം? ഒന്നുകിൽ മനഃപൂർവ്വം നടത്താം, അതിന് നമ്മൾ എന്ത് പറയുക, ഡെലിബറേറ്റ്, ലാഭത്തിന് വേണ്ടി മാത്രം, ലാഭക്കൊതിയന്മാരാട്ടോ. നെക്സ്റ്റ് വൺ ഇസ് അൺഇൻറ്റൻഡ്, അറിയാണ്ട് ഒക്കെ കൈ ആക്സിഡന്റ് ആവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയോ ഒക്കെ ആക്കാം. സോ അഡൾട്രേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഏത് രീതി കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. സോ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകൾ ചെയ്യാം, സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം, അല്ലേ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. സോ സൊഫിസ്റ്റിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, അഡ്മിക്സ്ചർ, പിന്നെ ഡിറ്റോറേഷൻ, സ്പോയിലേജ്, അഡിഷൻ ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ് പലതരത്തിൽ നമ്മൾ ഈ അഡൾട്രേഷനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഈ മെത്തേഡ്സ്. സോ ഈ മെത്തേഡ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് മേ ബി പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം, കോസ് ഓഫ് അൺഇൻറ്റൻഡ് അഡൾട്രേഷൻ. അറിയാണ്ട് എങ്ങനെ അഡൾട്രേറ്റ് ചെയ്യുക, അൺഇൻറ്റൻഡ് ആണ്. സോ ഈ ചില സമയത്ത് റോങ് വെതർ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നമ്മൾ കറക്റ്റ് പ്രോപ്പർ വെതറിലും പ്രോപ്പർ ക്ലൈമറ്റിലും ഒക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴും കളക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പം അറിയാണ്ട് ഇപ്പം റോങ് പ്ലാന്റ് ഒക്കെ എടുത്തുകൊണ്ട് പോയി, ഇപ്പം ചായന്റെ അല്ലെങ്കിൽ ചായപ്പൊടിന്റെ എല്ലാം പറിക്കുന്ന സമയത്ത് അടുത്തുള്ള വേറെ പ്ലാന്റും കൂടെ പറിച്ചെടുത്തുകൊണ്ട് വന്നാൽ അത് കളക്ഷൻ സമയത്ത് അതിന്റെ എററാണ്. സോ ഇംപെർഫെക്റ്റ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടാവുക. ഇനി ഇംപ്രോപ്പർ സ്റ്റോറേജ്, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ വോളറ്റൈൽ ഓയിൽ കണ്ടെയ്നിങ് ഡ്രഗ്സ് ഉണ്ട്. വോളറ്റൈൽ ഓയിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇവാപ്പറേറ്റ് പോകുന്ന കൈൻഡ് ഓഫ് ഓയിലാണ് കേട്ടോ, ഈ പ്ലാന്റ്സിൽ കാണുന്നതാണ്. അപ്പം പ്രോപ്പർലി വെക്കുണ്ടാവില്ല, അല്ലെങ്കിൽ പൊട്ടിച്ച് പോയി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അതുവഴി കടന്നു പോകും. ഇനി നോമൻക്ലേച്ചർ കൺഫ്യൂഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഇല്ലേ, അതെല്ലാം അവർ തിരിഞ്ഞു അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന നമ്മൾ പറഞ്ഞില്ലേ, ആംബിഗ്യൂസ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡൾട്രേഷൻ നടന്നേക്കാം എന്നുള്ളതാണ്. സോ ഫോൾട്ടി കളക്ഷൻ, ഇംപെർഫെക്റ്റ് പ്രോസസിംഗ്, ഇംപ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് നോമൻക്ലേച്ചർ കൺഫ്യൂഷൻ. ഇത് ഡെലിബറേറ്റ് അഡൾട്രേഷൻ ആണ്. മനഃപൂർവ്വം ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസ് ചേർക്കാം. പാരഫിൻ വാക്സ് ഇൻ ബീസ് വാക്സ്. കണ്ടോ, ബീസ് വാക്സിന്റെ കൂടെ പാരഫിൻ വാക്സ് ചേർക്കുന്നു. എക്സാമ്പിൾസ് പഠിച്ചു പോവുക. ഇൻഫീരിയർ ക്വാളിറ്റി മെറ്റീരിയൽ, അലക്സാണ്ടർ സെന്നയുടെ ഇന്ത്യൻ സെന്ന ചേർക്കുന്നു. കണ്ടോ, ഇവിടെ സെയിം കാറ്റഗറി ഓഫ് പ്ലാന്റ്സിന് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഡിഫറെന്റ് കെമിക്കൽ കോൺസ്റ്റന്റ്സ് ആണ്. അലക്സാണ്ടർ സെന്നയിൽ ഉണ്ടാവുന്ന കെമിക്കൽ കോൺസ്റ്റന്റ് അല്ല ഇന്ത്യൻ സെന്ന
എന്തെങ്കിലും ഉണ്ടാവുക. ഇനി എക്സോസ്റ്റ് മെറ്റീരിയൽ, അതായത് നശിച്ചു പോയ എക്സോസ്റ്റിൽ അതിൽ സാധനം ഉണ്ടാവില്ല. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഇഞ്ചി നമ്മൾ ഇടിച്ച് കുത്തിപ്പിഴിഞ്ഞ് ചാറിലെടുത്ത് കഴിഞ്ഞു, പിന്നെ എന്താ ഉണ്ടാവുക? ഇഞ്ചിയുടെ നാരിലുണ്ടാവുള്ളൂ, അതുകൊണ്ട് ഉപയോഗം ഉണ്ടോ? അത് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് ഇഞ്ചിപ്പൊടി എന്ന് പറഞ്ഞ് വിൽക്കാലോ അല്ലേ? സോ ഹാർംഫുൾ സബ്സ്റ്റൻസ്, നമ്മൾ പറഞ്ഞ പോലെ മുളക് പൊടിയിൽ കല്ലുപൊടി ചേർക്കുക. പിന്നെ അഡ്വഞ്ചിയസ് മെറ്റീരിയൽ, അതായത് എക്സസീവ് സ്റ്റെം ഇൻ സെന്ന. ഇപ്പൊ സെന്ന എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മേ ബി ലീവ്സ് ആയിരിക്കാം ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ലീവ്സ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ തന്നെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റും കൂടെ എന്ത് ചെയ്യാം? ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെലിബറേറ്റ് അഡൾട്രേഷൻ ചെയ്യാം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെത്തേഡ്സ് ആണ്, അതിന് എക്സാമ്പിൾസ് ആണ്. സോ ഇതൊക്കെ ഇലാബറേറ്റ് നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതുകൊണ്ട് അതൊന്ന് വായിച്ചേക്കണം. ഇത് നമ്മൾ ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് എന്താണ് കൺസെപ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഇവാലുവേഷൻ മെത്തേഡ് ഓഫ് ക്രൂഡ് ഡ്രഗ്സ് എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഓർഗാനോലെപ്റ്റിക് ഇവാലുവേഷൻ, അതായത് ഒരു ഡ്രഗിന്റെ സൈസ്, കളർ, ഓർഡർ, ടേസ്റ്റ് ഒക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ ഇവാലുവേഷൻ ആണ്. ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റി ഡിറ്റർമിനേഷൻ, അതായത് ഒരു സാധനത്തിൽ എത്രത്തോളം ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് ബയോളജിക്കൽ ഇവാലുവേഷൻ, ഡ്രഗിന് പൊട്ടൻസി, അല്ലെങ്കിൽ ഡ്രഗ് നമ്മൾക്ക് തന്നിട്ടുള്ള ഡ്രഗിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പൊട്ടൻസി ഉണ്ടോ, ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫിസിക്കൽ ഇവാലുവേഷൻ ആണ്. ഫിസിക്കോ കെമിക്കൽ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഫിസിക്കൽ കണ്ടൻസുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ ഓർഗാനോലെപ്റ്റിക് ഉണ്ട്, കെമിക്കൽ ഉണ്ട്, ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഇവാലുവേഷൻ. സോ ഒബ്ജക്റ്റീവ് ഓഫ് ക്രൂഡ് ഡ്രഗ് ഇവാലുവേഷൻ, നമ്മൾ ഒരു ക്രൂഡ് ഡ്രഗ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങൾ നമ്മൾ നോക്കണം? ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിഫൈ, ആദ്യം കറക്റ്റ് സോഴ്സിൽ നിന്ന് തന്നെയാണോ ഡ്രഗ് വന്നിട്ടുള്ളത് നമ്മൾ അറിയണം. രണ്ട്, പ്യൂരിറ്റി, അതിൽ അഡൾട്രേഷൻ ഉണ്ടോ ഇല്ലയോ നമ്മൾ അറിയണം. ആൻഡ് ക്വാളിറ്റി, നമുക്ക് പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ക്വാളിറ്റിയിൽ ആക്റ്റീവ് കോൺസ്റ്റുവൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അതൊരു പ്രോപ്പർ ക്രൂഡ് ഡ്രഗ് ഫോർ മെഡിസിനൽ പേർപ്പസ് വരുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കൊരു ഉപയോഗമില്ല. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഈ എക്സാമ്പിൾസ് ഓഫ് ഡെലിബറേറ്റ് അഡൾട്രേഷൻ ഉണ്ട്. സോ ഞാൻ ഒരു ക്ലാസ്സും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. ഈ ഒരു അഡൾട്രേഷൻ്റെ തന്നെ ജസ്റ്റ് ഒരു ക്ലാസ് ഇലാബറേറ്റ്, അതൊരു 5 to 6 മിനിറ്റ്, നിങ്ങൾക്ക് ഒരു 5 മാർക്ക് കണക്കൊക്കെ ഞാൻ ഒരു ക്ലാസ്സും കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഉറപ്പായിട്ടൊരു 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 5 വെച്ച് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നന്നായിട്ട് ക്ലാസ് കേൾക്കുക, റെഫറൻസ് നോട്ട് വായിക്കുക, എക്സാമ്പിൾസ് പറ്റുക അത്രയും കോട്ട് ചെയ്തെടുക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നെക്സ്റ്റ് കാണാം. താങ്ക് യു.